ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് വലിയ പെരുന്നാളിന് എല്ലാവരും വലിയ പെരുന്നാൾ ആഘോഷിക്കുകയായിരിക്കും. പിന്നെ ആഘോഷിക്കാത്തവർ തന്നെ ഇന്ന് ഹോളിഡേ കിട്ടിയതിൻ്റെ ആ ആഘോഷമായിരിക്കും ഹോളിഡേ. ഞാനൊക്കെ ആഘോഷിക്കുകയാണ്, എന്താ വെച്ചാൽ എനിക്ക് ഹോളിഡേ ആണെന്ന്. പിന്നെ അധിക പേരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. വലിയ പെരുന്നാളാണ്. വലിയ പെരുന്നാളായുള്ളവർ അവർ നല്ലോണം അതിന് വേണ്ടിയിട്ടുള്ള സെലിബ്രേഷൻ്റെ മൂഡിലായിരിക്കും. എല്ലാം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പള്ളിയിൽ പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥനയും കൂടുതലായിട്ടുള്ള ദിവസമാണ് ഇന്ന് വലിയ പെരുന്നാളിൻ്റെ അന്ന്. അതുപോലെ ഭക്ഷണങ്ങളും വിശിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ വലിയ പെരുന്നാൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്പലത്തിലൊക്കെ പോയി, എന്ത് അവധി ആയതുകൊണ്ട് അമ്പലത്തിൽ പോകാനൊക്കെ സമയം കിട്ടി. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. പിന്നെ മോസ്കിൽ പോയി അവരുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഈദ് നിസ്കാരം എന്നല്ലേ പറയാം, അത് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ പള്ളിയിൽ പോകാനുള്ളവർ പള്ളിയിൽ പോയിട്ടുണ്ടാവും. എല്ലാവരും ദൈവത്തിനെ വിളിക്കാൻ പോയിട്ടുണ്ടാവും. എല്ലാവരും വിളിക്കണ ഒരു ദൈവത്തിനെയാണ്. പക്ഷേ പല സ്ഥലത്ത് പോയാണ് പല രീതിയിലാണ് ദൈവത്തിനെ വിളിച്ച്. അമ്പലത്തിൽ പോണവർ അമ്പലത്തിൻ്റെതായ രീതിയിൽ വിളിക്കും, പള്ളിയിൽ പോണവർ അതുപോലത്തെ രീതിയിൽ വിളിക്കും, മോസ്കിൽ പോണവർ ആ രീതിയിൽ വിളിക്കും. അപ്പോൾ എല്ലാവരും പല രീതിയിലാണ് വിളിക്കണമെങ്കിലും വിളിക്കുന്നത് ഒരു ദൈവത്തിനെയാണ് അല്ലേ. ഒരേ ഒരു ദൈവമുള്ളൂ ശരിക്കും പറഞ്ഞാൽ, പല രീതിയിൽ. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ഫ്രണ്ട്സ് കൂടി ഒരു ഗെറ്റ് ടുഗെദർ, ഇപ്പോൾ എപ്പോഴും ഉള്ള കാര്യമാണല്ലോ ഗെറ്റ് ടുഗെദർ ചെയ്യുമ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ പറയും. ആ ഡെസ്റ്റിനേഷൻ ഹോട്ടലാണ് എന്താ വെച്ചാൽ അവിടേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാവരോടും പറയാം. പലരും പല രീതിയിൽ പല വഴിയിൽ കൂടി ആയിരിക്കും വരണത് അല്ലേ. പല സ്ഥലത്തു നിന്ന് വരണമല്ലോ. അപ്പോൾ പല വഴിയിൽ കൂടി ആയിരിക്കും വരണത്. അതുപോലെ പല വാഹനങ്ങളായിരിക്കും. ചിലർ കാറിലായിരിക്കും, ചിലർ ഓട്ടോയിലായിരിക്കും, ചിലർ ബസ്സിലായിരിക്കും, ചിലർ ട്രെയിനിലായിരിക്കും, ചിലപ്പോൾ ഫ്ലൈറ്റിലായിരിക്കും. അങ്ങനെ പല രീതി അഡാപ്റ്റ് ചെയ്തിട്ടായിരിക്കും ഈ സ്ഥലത്ത് എത്തണത് അല്ലേ. പക്ഷേ എത്തണത് ഒരു സ്ഥലത്താണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഭഗവാനും. ദൈവത്തിൻ്റെ അടുത്ത് തന്നെയാണ് എല്ലാം. നമ്മൾ വിളിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ചെന്നെത്തുന്നത് ഒരേ സ്ഥലത്താണ്, ഒരേ ദൈവമുള്ളൂ. അപ്പോൾ അത് ഓർത്തിട്ട് നമ്മളെല്ലാവരും മതസൗഹാർദ്ദത്തോടെ സാഹോദര്യത്തോടെ വാഴുക. ഇങ്ങനത്തെ ഒരു നല്ല ദിവസം അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും വലിയ പെരുന്നാൾ. അങ്ങനത്തെ ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും എന്തും നമ്മൾ ആഘോഷിക്കുന്നത് നമ്മൾക്ക് ഒരു ദൈവമേ ഉള്ളൂ. എല്ലാവരും ഒരാളെയാണ് വിളിക്കുന്നത്. സമാധാനവും സന്തോഷവും എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് വലിയ പെരുന്നാളിൻ്റെ ഈ സന്ദേശം. എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഈശ്വരൻ്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. മതത്തിൻ്റെ പേരിൽ ഒരു രീതിയിലും തല്ലുപിടിക്കുക വഴക്കടിക്കുക ഒന്നും ചെയ്ത് നമ്മളെല്ലാം ഒന്നാണ്. വസുദൈവ കുടുംബകം, ലോകം മുഴുവൻ ഒന്നാണെന്ന് തന്നെ വിചാരിക്കുക. എല്ലാവരും സാഹോദര്യത്തോടെ ജീവിക്കുക. ഓക്കെ, സ്നേഹത്തോടെ ജീവിക്കുക. ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. എല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക്സ് എ ലോട്ട്.